പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ തന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 15, 16 വാക്യങ്ങൾ, 15, 16, 17 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കാൻ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ച ഈ വേദഭാഗം വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ്. ഒരുപക്ഷെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അതിശ്രേഷ്ഠമായ പദവിയെ എടുത്തു കാണിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇത് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ലോകത്ത് ഒരുപാട് ഉണർവുകൾ നടക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഉണർവിനെ കുറിച്ച് ഒത്തിരി പരിശുദ്ധാത്മാവിനെ ചിന്തിപ്പിക്കുന്നു. ഒരു യഥാർത്ഥ ഉണർവിന് വേണ്ടി സഭയും സമൂഹവും എല്ലാം തയ്യാറെടുക്കാൻ വേണ്ടിയും ഉണർവിന് വേണ്ടി നമ്മളും ഭാഗമാകാൻ വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട്. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പലതവണ ചിന്തിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ലോകത്ത് ഇന്ന് ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ സഭ, യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ സഭ പോകേണ്ട നിലയിൽ പോകുന്നുണ്ടോ എന്നത് പോകുന്നുണ്ട്. കർത്താവിൻ്റെ സഭ എപ്പോഴും സുരക്ഷിതമായി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ഉണ്ട്. അപ്പോൾ തന്നെ ഒരുപാട് ഡിനോമിനേഷനുകളിൽ അല്ലെങ്കിൽ സംഘടനകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു കാര്യമാണ് കർത്താവിൻ്റെ സഭ, സുവിശേഷ പ്രവർത്തനം, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകളുടെ വിശദീകരണങ്ങൾ, ഇതൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനം അനുശാസിക്കുന്ന ഒരു നിലയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ എത്തിക്കേണ്ടത് നമ്മുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ എഫേസ്യ ലേഖനത്തിന് വളരെ പ്രത്യേകതയുള്ള ഒരു ലേഖനമാണ്. ഞാനിത് പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് വെളിപ്പാടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ഞാനും. സാധാരണ ഒരു ക്രിസ്തീയ വിശ്വാസിയായി ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് വ്യക്തമായ ചില വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് തന്ന ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ ചില വെളിപ്പാടുകൾ എൻ്റെ അകത്ത് കത്തിയപ്പോൾ വഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പരിശുദ്ധാത്മാവിനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിശ്ചയമായും എഫേസ്യ ലേഖനത്തിൻ്റെ പ്രത്യേകതകൾ എടുത്തു പറയത്തക്കതാണ്. ഞാനതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ എഫേസ്യ ലേഖനത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കാം. എന്താണ് എഫേസ്യ ലേഖനം എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തിരുന്ന് ഭിക്ഷ യാചിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഭിക്ഷ യാചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല, തനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാർഗമില്ല, ബാങ്ക് അക്കൗണ്ടിൽ പണമില്ല. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളൊരു പിച്ചക്കാരൻ. ഈ പിച്ചക്കാരൻ എന്ത് ചെയ്യാണ്, വഴിയരികിൽ നിന്ന് ഭിക്ഷ യാചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ധനവാനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ധനവാൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് നൽകിയിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, നിന്റെ പേരിൽ കോടികൾ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കാണിതെന്ന് പറഞ്ഞാൽ ആ ഭിക്ഷക്കാരൻ്റെ അപ്പോഴത്തെ മാനസിക നില എന്തായിരിക്കുമോ അതായിരിക്കണം എഫേസ്യ ലേഖനം വായിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു ധനവാനെന്ന് പറയാൻ പറ്റാത്ത പരമദരിദ്രനായിത്തീർന്ന ഒരു ക്രിസ്ത്യാനിയായി ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ മുൻപിലേക്ക് പരിശുദ്ധാത്മാവ് തുറന്നു വെച്ചത് വേദപുസ്തകത്തിലെ തിരുവചനത്തിലെ ദൈവത്തിന്റെ പാസ്ബുക്കായ സ്വർഗത്തിന്റെ അക്കൗണ്ട് ബുക്കായ എഫേസ്യ ലേഖനമാണ്. ഇന്ന് രാത്രി ഞാൻ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ, നിങ്ങൾ എഫേസ്യ ലേഖനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ ആലോചന എന്ന് പറയുന്നത്, ഇത് ദൈവത്തിന്റെ ജനത്തിന് പരിശുദ്ധാത്മാവ് തീരെഴുതി കൊടുത്ത പാസ്ബുക്കാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്
വിശുദ്ധന്മാരായ വേദപണ്ഡിതന്മാർ ഇതിനെ എന്ത് ചെയ്യാറുണ്ട്? ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് പറയാറുണ്ട്. അതായത് ഈ എഫേസ്യ ലേഖനത്തിൽ തന്നെ കുറെ അധികം തവണ എടുത്തു പറഞ്ഞിരിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. അതെല്ലാം തന്നെ ധനവുമായി ബന്ധപ്പെട്ടവയാണ്, അല്ലെങ്കിൽ പണവുമായി സമ്പന്നതയുമായി ബന്ധപ്പെട്ട ചില പദങ്ങളാണ്. ഒന്ന് രണ്ട് പദങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകാം. അപ്രമേയ ധനം, അപരിമേയ ധനം, മഹിമാധനം, കൃപാധനം. ഇങ്ങനെ ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ള വെളിപ്പാടുകളെ, ദൈവം മനുഷ്യന് നൽകിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും ആലോചനകളെയും ഒക്കെ ഒരു അക്കൗണ്ടന്റിന്റെ കാഴ്ചപ്പാട് നിന്നിട്ട് പണപരമായി അല്ലെങ്കിൽ ധനപരമായി വിവക്ഷിച്ചുകൊണ്ട് പൗലോസ് എഴുതി വെച്ചേക്കാണ് എഫേസ്യ ലേഖനത്തിനകത്ത് ദൈവത്തിന്റെ മഹിമാധനം, ദൈവത്തിന്റെ കൃപാധനം, ദൈവത്തിന്റെ അപ്രമേയ ധനം. അതിന് സാക്ഷിയാകുവാനാണ് ദൈവജനത്തെ ദൈവം വിളിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് വെളിപ്പാടുകളുടെ കലവറ തുറന്നു കാട്ടുന്ന, അസാധാരണമായ ദൈവവചനത്തിന്റെ ജീവൻ വ്യാപരിക്കുന്ന ഒരു വലിയ വിശുദ്ധിയുടെ അല്ലെങ്കിൽ ദൈവിക ജ്ഞാനത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന ദൈവവചനത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാനും നിങ്ങളും പഠിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് എഴുതിത്തന്ന പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടാകുന്ന എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. ഇത് എഴുതുമ്പോൾ ചില സാഹചര്യങ്ങൾ കൂടെ ഉണ്ട്, അതോടൊന്ന് പറഞ്ഞു പോകാം. ജസ്റ്റ് ഇത് എഴുതുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ ഏഷ്യ മൈനറിലെ എഫെസോസ് എന്ന് പറയുന്ന പട്ടണം ആ കാലഘട്ടത്തിലെ ന്യൂയോർക്കെന്നോ അമേരിക്കയെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. കാരണം ധനപരമായി ധനവാന്മാരും ലോക സമ്പന്നന്മാരും ജീവിച്ചിരുന്ന, ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുള്ള, ഒത്തിരി പണപരമായി ധനപരമായി മുൻപോട്ടുള്ള ഒത്തിരി ഉയർന്ന ആളുകൾ താമസിക്കുന്ന ഒരു പ്രധാന നഗരം. ആ നഗരത്തിൽ ദരിദ്രരായ ചില വിശ്വാസികൾ, ദൈവമക്കൾ ആ നഗരത്തിലുണ്ട്. ആ കൂട്ടത്തിനകത്ത് അല്ലെങ്കിൽ ആ സഭയ്ക്കകത്ത് പൗലോസ് ലീഗ എഴുതി കൊടുക്കുന്ന വെളിപ്പാടാണിത്. ഈ പട്ടണത്തിൽ, എഫെസോസ് പട്ടണത്തിൽ ലോകത്തെ നിയന്ത്രിക്കാൻ ധനപരമായി ശേഷിയുള്ള ആളുകളുണ്ടെങ്കിലും, ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെങ്കിലും, ഒരുപാട് ദൈവങ്ങളും തത്വശാസ്ത്രങ്ങളും ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉയർന്ന തലത്തിൽ, അതിനേക്കാളൊക്കെ ഏറ്റവും ഉന്നതമായ നിലയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നൽകിയ ധനത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം ആളുകളായിട്ടാണ് ദൈവജനമേ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചില വെളിപ്പാടുകളെ എഴുതി വെക്കുന്ന ആദിപരിശുദ്ധമായ വെളിപ്പാടുകളുടെ കലവറയാണ് ഈ എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനത്തിലെ ഓരോ വാക്കുകളും നമ്മുടെ കാതുകളിലേക്ക് തുളച്ചു ചെല്ലുമ്പോൾ, നമ്മുടെ കണ്ണുകൾ ആ തിരുവചന ഭാഗത്തെ ധ്യാനിക്കാൻ തയ്യാറാകുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ ദൈവം നമ്മുടെ പേരിൽ എഴുതി തന്ന സമ്പന്നതയുടെ പാസ്ബുക്കിലേക്ക് നമ്മുടെ ഹൃദയദൃഷ്ടിയെ തിരിക്കുകയാണ്. ഇന്ന് രാത്രി ലോകപരമായി ഒത്തിരി മഹാത്മ്യമില്ലെങ്കിലും, ഒത്തിരി സമ്പത്തില്ലെങ്കിലും, ഒരു വലിയ ബിസിനസ് സംരംഭത്തിന്റെ ഉടമയല്ലെങ്കിലും, ആ പട്ടണത്തിൽ ജീവിക്കുന്ന ആളുകളെ പോലെ ഉയർന്ന നിലവാരമില്ലെങ്കിലും, ദൈവത്തിന്റെ സമ്പന്നത എന്താണെന്ന് അനുഭവിച്ചറിയാൻ വിളിക്കപ്പെട്ട, ദൈവത്തിന്റെ കൃപാധനത്തിന്റെ അവകാശിയായ, ദൈവത്തിന്റെ മഹിമാധനത്തിന്റെ അവകാശിയായ, ദൈവത്തിന്റെ അപ്രമേയ ധനത്തിന്റെ അവകാശിയായ വിളിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അസാധാരണ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലും നമ്മുടെ കാഴ്ചപ്പാടുകൾ ലോകത്തിലേക്കല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എഴുതി തന്ന വചന വെളിപ്പാടുകൾ അകത്തെ സമ്പന്നത നേടുവാനുള്ള ഒരു നിലയിലേക്ക് എത്തട്ടെ. ഞാനിത് പറയുമ്പോൾ ഇത് ദീർഘമായി പറയേണ്ട ഒരു വലിയ കാര്യമാണ് എഫേസ്യ ലേഖനത്തിലെ വെളിപ്പാടുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് ചില ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാനത് പറഞ്ഞു പോയതാണ്. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ നമ്മൾ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് 15-ാം വാക്യം മുതൽ 18-19 വാക്യം വരെ, അതിൽ ഓരോ വാക്യങ്ങളിലുമുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞ് എന്ത് ചെയ്യേണ്ടതാണ്, പ്രസംഗിച്ചു പോകേണ്ടതാണ്. എന്നാൽ അതിനകത്തെ ഒരേ ഒരു കാര്യം മാത്രം ഞാൻ എടുക്കാം. അതിനകത്ത് പൗലോസ് ലീഗ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ പൗലോസിന്റെ ആ പ്രാർത്ഥന ഒത്തിരി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പൗലോസ് പ്രാർത്ഥിക്കുന്നത് ആ സഭയിലെ ദരിദ്രരായ വിശ്വാസികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ ഒരുപാട് അക്കൗണ്ട് ബാലൻസ് ഉണ്ടാകണമെന്ന് അതിനകത്ത് പ്രാർത്ഥിക്കുന്നില്ല. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടണമെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നില്ല. അല്ലെങ്കിൽ പൗലോസിന്റെ ആ പ്രാർത്ഥനയ്ക്ക് കുറെ പ്രത്യേകതകളുണ്ട്. എന്ത് ചെയ്യുന്നു, നമ്മുടെ തലമുറകൾ UK പോയി സെറ്റിൽ ആകണമെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ ലൈഫിലെ ഒരു കാര്യത്തെയും പൗലോസ് എന്ത് ചെയ്യില്ല, അവിടെ പ്രാർത്ഥനയിൽ വിവക്ഷിക്കുന്നില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ചില അസാധാരണ വെളിപ്പാടുകൾ മനസ്സിലാക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. എന്നാൽ അതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ എടുത്തു പറയാം.
അതിൻ്റെ 17-ാം വാക്യത്തിൽ അതിൻ്റെ 2-ാം ഭാഗം, 17-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം അതിങ്ങനെയാണ് പറയുന്നത്: തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി ഞാൻ പറയാം, ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആമേൻ. എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യണം? വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ, ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. അദ്ദേഹം പറയുന്നത് വെളിപ്പാടിൻ്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കണം. 2-ാമത്തെ കാര്യം പറയാണ്, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. 3-ാമത് പറയാം, എന്തിനാ പ്രകാശിക്കുന്നേ? ദൈവം നമ്മളെ വിളിച്ച വിളിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണം. ആമേൻ. എന്തിനാ വെളിപ്പാട് കിട്ടിയത്? പണ്ട് സാധാരണ നമ്മുടെ പെന്തക്കോസ്ത് സഭകളിലൊക്കെ, ടിപ്പിക്കൽ ചർച്ചുകളിലൊക്കെ വെളിപ്പാട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. വെളിപ്പാട് കാണുന്നത്, ഞാനിങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യമാണ്, ഫ്രണ്ടിൽ കുഴി കുഴിച്ചിട്ട് നിന്നെ ബാക്കിലേക്ക് പിടിക്കുന്ന ഒരു ശക്തി ഞാൻ കാണുന്നുവെന്നൊരു പ്രവാചകൻ ആരോടോ പറഞ്ഞൊരു കാര്യം. വാസ്തവത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പുറകിലേക്ക് വലിക്കുന്ന ആ ശക്തി പരിശുദ്ധാത്മാവല്ലേ? കാരണം കുഴിയിൽ വീഴാതിരിക്കാൻ പുറകിലേക്ക് വലിക്കുന്നത് പരിശുദ്ധാത്മാവല്ലേ? പ്രവചിച്ച പ്രവാചകൻ അതിനെ വിവക്ഷിച്ചത് ദുരാത്മാവായിട്ട്. ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള ഒരുപാട് വിവരംകെട്ട, ഇതിങ്ങനെ തന്നെ പറയേണ്ടതാണ്, വിവരംകെട്ട പ്രവചനങ്ങളും വിവരംകെട്ട വെളിപ്പാടുകളും പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ സന്തോഷിക്കുന്നവരുമുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യം, നിനക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ തന്നത് നീ പിശാചിന്റെ ആത്മാവിനെ കാണാനോ, അല്ലെങ്കിൽ ലോകത്തിൽ നിനക്കെതിരെ ഉയരുന്ന ബന്ധനങ്ങളെ കാണാനോ, പൈശാചിക ശക്തിയുടെ ബലം തിരിച്ചറിയാനോ അല്ല, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാൻ. എന്തിനാ ദൈവം നമ്മെ വിളിച്ചതെന്ന് തിരിച്ചറിയാനുള്ള ആ വെളിപ്പാടിന് വേണ്ടിയാ വെളിപ്പാടിന്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കേണ്ടത്. അല്ലാതെ പിശാചിന്റെ ശക്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുക മാത്രമല്ല, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ സുഗമമായ പോക്കിന് ആവശ്യമായ കുറെ കാര്യങ്ങൾ അനുഭവിച്ചറിയേണ്ടതിന് മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്ത് വെളിപ്പാടിന്റെ ആത്മാവുള്ളവൻ ദൈവം എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കും. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അടുത്ത പ്രയോഗം ശ്രദ്ധിച്ചോണം, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്നതെന്ന് തിരിച്ചറിയണം. ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. എൻ്റെ കാര്യം ഒറ്റ ഒരു കാര്യമാണ്, വെളിപ്പാടിന്റെ ആത്മാവിനെ. അപ്പോൾ വെളിപ്പാടിന്റെ ആത്മാവ് വന്നാൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ ദൈവം എന്തിനാണ് നമ്മെ വിളിച്ചതെന്ന് നമ്മൾ തിരിച്ചറിയും. പിന്നെ അങ്ങോട്ട് പറയുന്ന നമ്മുടെ മഹിമാധനം എന്താണെന്ന് മനസ്സിലാകും. വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്താണെന്ന് മനസ്സിലാകും. പിന്നീട് പറയുന്നത് ദൈവത്തിന്റെ അസാധാരണമായ ശക്തി എന്താണെന്ന് തിരിച്ചറിയും. ഇതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാം. ആ ഒരു കാര്യം മറ്റൊന്നും പറയും. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കാൻ വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഈ വെളിപ്പാടിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ നമുക്ക് വെളിപ്പാടിന്റെ ആത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലമെന്ന് പറയുന്നത് ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണല്ലോ. എന്നാൽ ആദ്യം വേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരിച്ചറിയാൻ കഴിയണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോനോട് പറഞ്ഞ ഒരു ശബ്ദം, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ആശയം ഇങ്ങനെ പറയുകയായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ആരാണെന്ന് നിർവചിക്കാൻ പോലും എനിക്കറിയത്തില്ല. ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളെല്ലാവരും ഓരോ മനുഷ്യന്മാരാണ്. നമുക്ക് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മൾ ആരാണെന്ന് കൃത്യമായി, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇതാണ്, എൻ്റെ സ്വഭാവം ഇതാണ് എന്ന് കൃത്യമായി ഞാൻ ആരാണെന്ന് നിർവചിക്കാൻ ഒരു മനുഷ്യന് പോലും പറ്റത്തില്ല. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. എന്നാൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നാം ആരാണെന്ന് വളരെ വ്യക്തമായി അറിയാം. അതല്ലേ ദാവീദ് പറഞ്ഞത്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടു. ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഞാൻ ആരാണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദാവീദ് അങ്ങനെ പറഞ്ഞേ. എന്നാൽ എഫേസ്യരിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പേ എന്ത് ചെയ്തു? ദൈവം എന്നെ കണ്ടെന്നാ പറയുന്നത്. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് പോലും ഇല്ല. പഴയ നിയമത്തിൽ 2 വ്യക്തികളുണ്ട്, 2 പേർ. അതിലൊരാള്, 2 പേരും അടുത്തടുത്തുള്ള ആളാണ്. ഒരാള് ശൗൽ, മറ്റേയാൾ ദാവീദ്. നമുക്ക് 2 പേരെ ഒന്ന് എടുത്തു നോക്കാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ശൗലിനെ കുറിച്ച് നമുക്കറിയാം. ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട കിശിന്റെ മകനായ ശൗൽ
തൻ്റെ അപ്പൻ്റെ കഴുതകൾ നഷ്ടപ്പെട്ടപ്പോൾ അതിനെ അന്വേഷിച്ച് എന്ത് ചെയ്യുകയാണ്? യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് അതിനെ കണ്ടെത്താതെ അവസാനം തൻ്റെ ബാല്യക്കാരൻ്റെ വാക്ക് കേട്ട് പ്രവാചകനെ അന്വേഷിച്ചു. പ്രവാചകനെ അക്കാലത്തിൽ ദീർഘദർശി എന്നാണ് സംബോധന ചെയ്യുന്നത്. ദീർഘദർശിയെ അന്വേഷിച്ചുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? പ്രവാചകന്റെ വീട്ടിലെത്തുന്നു. ശമൂവേൽ പ്രവാചകൻ അദ്ദേഹത്തെ 2 ദിവസമായിട്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് ആ സംഭവം അറിയാമല്ലോ. കാരണം ശൗൽ വരുന്നതിന് മുമ്പ് തന്നെ ശമൂവേലിന് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. ഇസ്രായേലിന്റെ രാജാവായി തിരഞ്ഞെടുക്കപ്പെടാനുള്ളവനെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ അടുക്കലേക്ക് അയക്കും. അവനോട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണം. അവൻ ഇന്ന സാഹചര്യത്തിലാണ് നിന്റെ അടുത്തേക്ക് വരുന്നത്. കൃത്യമായി ദൈവത്തിന്റെ ആലോചന കേട്ട് ശമൂവേൽ എന്ത് ചെയ്യണം? ശൗലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശൗലിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ശൗൽ ആ വീട്ടിൽ വരുന്നു, പ്രവാചകന്റെ കൂടെ താമസിക്കുന്നു. ദൈവത്തിന്റെ ആലോചന പറയാനായി പിറ്റേ ദിവസം ഇവർ പോകാൻ തുടങ്ങുന്ന സമയത്ത് ബാല്യക്കാരനെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ശമൂവേൽ ദൈവത്തിന്റെ ആലോചന കേട്ട ശമൂവേൽ എന്ത് ചെയ്തു? തൈലപാത്രം എടുത്ത് ശൗലിന്റെ മേൽ ഒഴിച്ചുകൊണ്ട് അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുന്നുവെന്ന ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നു. ഇതറിഞ്ഞ് ശൗൽ വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് ശമൂവേൽ പറഞ്ഞ പോലെയുള്ള അടയാളങ്ങളൊക്കെ താൻ ദൈവത്തിന്റെ ആലോചനയാണ് കേട്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ അടയാളങ്ങളൊക്കെ ശൗൽ എന്ത് ചെയ്തു? പോന്ന വഴിയിൽ കാണുന്നു, പോകുന്ന വഴിയിൽ ശൗൽ പ്രവചിക്കും. ഇതൊക്കെ നമുക്കറിയാവുന്നൊരു സംഭവമാണ്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ ശൗൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് കൂടെ തനിക്ക് തന്നെ കുറിച്ച് തന്നെ ഒരു വ്യക്തമായ അറിവില്ലാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ കൂടെന്ന് പറയാൻ പറ്റിയ രീതിയിൽ അപകർഷതാബോധം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യനായി ശൗൽ എന്ത് ചെയ്യാണ്? പിന്നെയും ഒതുങ്ങിക്കൂടുകയാണ്. തൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം ഇസ്രായേലിൽ ഒറ്റ മനുഷ്യർക്ക് പോലും ലഭിച്ചിട്ടില്ലാത്തതും ആദ്യമായി വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ രാജകീയ അഭിഷേകമാണെന്ന് പോലും തിരിച്ചറിയാത്തവൻ അപകർഷതാബോധത്തിന്റെ കീഴിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. തന്നെ കുറിച്ച് തന്നെ ആദ്യം ഒരു വെളിപ്പാട് എന്ത് ചെയ്യണം? തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. വചനം വായിക്കുമ്പോൾ ആദ്യം ലഭിക്കുന്ന വെളിപ്പാട് നമ്മെക്കുറിച്ചുള്ള വെളിപ്പാടാ. ആ വെളിപ്പാടിന്റെ പ്രത്യേകത ഞാൻ പറയാം. ശൗലിന് ലഭിച്ച രാജകീയ അഭിഷേകമാണെങ്കിൽ പുതിയ നിയമ സഭയും അതൊരു ഉദാഹരണമാണ്. നീയും ഞാനും അപകർഷതാബോധത്തിന്റെ അടിയിൽ അമർന്നു പോകേണ്ടവരല്ല, മറിച്ച് ദൈവത്തിന്റെ അഭിഷേകം, രാജകീയ പൗരോഹിത്യ പദവി ലഭിച്ച പുതിയ നിയമ സഭയുടെ ഭാഗമായ അഭിഷേകത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് നമ്മൾ. യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിലിരിക്കുന്നു, ആ അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ ശൗല് അപകർഷതാബോധത്തിന്റെ വലിയ പിടിയില അമർന്നിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പിറ്റേ ദിവസം ചിന്തിക്കണം, മൂന്നാമതൊരു തവണ ഇദ്ദേഹത്തെ കുറിച്ച് പിന്നെയും വേദഭാഗത്ത് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ്, ജനത്തിന്റെ ഫ്രണ്ടിലേക്ക് രാജാവിനെ കൊണ്ട് നിർത്തുവാൻ വേണ്ടി ചീട്ടിട്ട് എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുക്കുക. ഓൾറെഡി അഭിഷേകം പ്രാപിച്ചെന്നാൽ ജനത്തെ എല്ലാം വിളിച്ചുകൂട്ടി ഒരിക്കൽ കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ചീട്ടിട്ടു. നറുക്കിട്ടപ്പോൾ ഓരോ നറുക്കുകൾ മാറി മാറി ഗോത്രത്തിന്, കുലത്തിന്, കുടുംബത്തിന്, അവസാനം കിശിന്റെ കുടുംബത്തിലെ, ഇസ്രായേലിലെ ഏറ്റവും ചെറിയ കുടുംബത്തിലെ ഏറ്റവും അപ്രസക്തനായ ഒരു മനുഷ്യന്റെ പേരിൽ ആ നറുക്ക് വീണു. ശൗൽ തലേ ദിവസം അഭിഷേകം ചെയ്യപ്പെട്ടവനാ, വെളിപ്പാട് ലഭിച്ചവനാ, തനിക്കറിയാം താനാണ് ഇസ്രായേലിന്റെ രാജാവാൻ പോകുന്നതെന്നറിയാം. അറിഞ്ഞവൻ എന്ത് ചെയ്തെന്നറിയാമോ? വേദപുസ്തകത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല ആരും. രാജാവിനെ അഭിഷേകം ചെയ്ത ഇന്നലെ, പക്ഷെ രാജാവിനെ അന്വേഷിക്കുമ്പോൾ കാണാനില്ല. അവസാനം ആളുകളെല്ലാം കൂടെ അന്വേഷിക്കാൻ തുടങ്ങി, സെർച്ച് ചെയ്ത് നോക്കി. എവിടെ കുറെ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആരും കാണാതെ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും എനിക്ക് പറയാനുള്ള ദൂതത്രേ ഉള്ളൂ. പലപ്പോഴും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം, നമ്മളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാ. നമ്മുടെ മേലുള്ള അഭിഷേകത്തിന്റെ വാല്യൂ തിരിച്ചറിയാതെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒതുങ്ങിക്കൂടുകയാ. ഇന്നു രാത്രി പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം തിരിച്ചറിയണം. നിന്റെ മേലുള്ള അഭിഷേകം രാജകീയ അഭിഷേകമായതുകൊണ്ട് നീ ഒതുങ്ങിക്കൂടേണ്ടവനല്ല. നിന്നെ ആർക്കും ഒതുക്കുവാനും കഴിയത്തില്ല. നിന്നെ ഒരു ചീട്ടിനും അവൻ തകർക്കുവാനും കഴിയത്തില്ല. നിന്റെ തെരഞ്ഞെടുപ്പ് കാലങ്ങൾക്ക് മുന്നമേ മുൻനിയമിച്ച മുൻനിയമനത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുപ്പാണ് നിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഒതുങ്ങിക്കൂടാതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി ചിലത് പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ചലിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മുൻപോട്ട് കാലെടുത്ത് വെച്ച് യാത്ര ചെയ്യുവാൻ
ദൈവരാജ്യത്തിനു വേണ്ടി ചില രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ, അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൻ സുവിശേഷത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ, അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ നീയും അപകർഷതാബോധത്തിന്റെ അടിയിൽ അമർന്നു പോകേണ്ടവരല്ല. നമ്മുടെ മേൽ ദൈവത്തിന്റെ വെളിപ്പാട് കത്താൻ തുടങ്ങുമ്പോൾ ഞാൻ ആരാണെന്നും എന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്താണെന്നും ഞാൻ തിരിച്ചറിയാൻ തുടങ്ങും. ഇന്ന് രാത്രി ഈ വെളിപ്പാട് ലഭിച്ചവൻ മറ്റൊരു പാസ്റ്ററെ വിളിച്ച് പിന്നെ ആലോചന ചോദിക്കാൻ നിൽക്കത്തില്ല. ഈ വെളിപ്പാട് പ്രാപിച്ചവൻ ഒരു രോഗം വന്നാൽ മറ്റൊരാളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നെന്ന് വരത്തില്ല. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സാധാരണഗതിയിൽ ദൈവസഭയ്ക്കകത്ത് അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കാറുണ്ട്, രോഗസൗഖ്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞത് ഈ അക്കൗണ്ട് ബുക്കിനെ കുറിച്ച്, കയ്യിൽ ലഭിച്ചിരിക്കുന്ന പാസ്ബുക്കിലെ എമൗണ്ടിനെ കുറിച്ച് തിരിച്ചറിവുള്ള, ദൈവത്തിന്റെ മഹിമാധനം തിരിച്ചറിഞ്ഞ അങ്ങനെയുള്ള ആളുകളോടാണ് പറയുന്നത്. എനിക്കറിയാവുന്ന ഒരു ദൈവാസൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയാ, വാസ്തവത്തിൽ പുതുതായി രക്ഷിക്കപ്പെട്ട വിശ്വാസികളൊക്കെ വന്ന് പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായി പ്രാർത്ഥിക്കാം. ഒരു രോഗം വന്നു, കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, വിശ്വസിച്ചുകൊണ്ട് രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും. എന്നാൽ 10, 15, 20 വർഷമൊക്കെ പഴക്കമുള്ള, നല്ല പഴക്കവുമുള്ള ആത്മീയ പക്വതയൊക്കെയുള്ള ആളുകൾ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, രോഗിയായിരിക്കുന്ന സമയത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു വടിയെടുത്ത് 2 തല്ല് കൊടുത്ത് പറഞ്ഞു വിടണം. കാരണം അത് തെറ്റാണ്. കാരണം ഇവൻ പിന്നെ 1-ാം ക്ലാസ്സിലേക്ക് തുല്യമാണെന്ന്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ 10-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പാഠം പഠിക്കണം, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാഠം വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കരുത് എന്ന്. ഇന്ന് രാത്രി പറഞ്ഞതിന്റെ താല്പര്യം ഇതൊന്നും അങ്ങനെ ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ അല്ല, മറിച്ച് വെളിപ്പാട് നമ്മുടെ അകത്ത് കത്തട്ടെ. നമ്മുടെ മേലുള്ള അഭിഷേകത്തിന്റെ വാല്യൂ നമ്മളൊന്ന് തിരിച്ചറിയാൻ തയ്യാറാവട്ടെ. ശൗൽ അങ്ങനെ അപകർഷതാബോധത്തിന്റെ അടിയിൽ അമർന്നിരുന്നപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ശൗലിനെ പിടിച്ചുകൊണ്ടുവന്ന് ജനത്തിന്റെ നടുവിലേക്ക് കൊണ്ട് നിർത്തി കഴിയുമ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട്. അവിടെ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട് തിരുവചനത്തിൽ. ജനത്തിന് നടുവിൽ നിൽക്കുമ്പോൾ അവൻ എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. വാസ്തവത്തിൽ ഒത്തിരി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്രയേലിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെക്കാളും പൊക്കം കൂടിയൊരു മനുഷ്യനായിരുന്നു. ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യൻ. സാധാരണഗതിയിൽ തനിക്ക് ഇനി പിന്നെയും അപകർഷതാബോധത്തിൽ പെട്ടുപോകാനുള്ള സാധ്യത എന്താ ഉള്ളത്? ബോഡി തന്നെ, ശരീരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരേക്കാൾ പൊക്കമേറിയവൻ. അവൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുക, ബെന്യാമിൻ ഗോത്രത്തിലെ ഏറ്റവും കുറഞ്ഞ കുലത്തിൽപ്പെട്ട കീശിന്റെ കുടുംബത്തിൽ, ഏറ്റവും ചെറിയ കുടുംബത്തിൽപ്പെട്ട, ആരും ശ്രദ്ധിക്കാത്ത അപ്രസക്തനായ മനുഷ്യനെ ഞാനെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, വെളിപ്പാടെന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മറ്റൊന്നുമല്ല, വെളിപ്പാടിന്റെ പ്രത്യേകത. ഈ കൊരിന്ത്യത്തിൽ നല്ല മനോഹരമായൊരു വാക്യമുണ്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുക. 1 കൊരിന്ത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമാണ്. ലോഹാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരുമേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. നമുക്കതറിയാം. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ രീതി വ്യത്യസ്തമാണ്. ലോകത്തൊരു മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും മഹത്വമുള്ളതിനെ, ഏറ്റവും കഴിവുള്ളതിനെ, ബലമുള്ളതിനെ, യോഗ്യതയുള്ളതിനെ, മാനസികമായ ശക്തിയുള്ളതിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പോകുന്നത് ഏറ്റവും ചെറുതിലേക്കായിരിക്കും. എന്നിട്ട് അവനെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തും. ഏറ്റവും ചെറുതിനെ ഏറ്റവും വലുതാക്കി മാറ്റും. ഏറ്റവും കഴിവില്ലാത്തതിനെ ഏറ്റവും കഴിവുള്ളതാക്കി മാറ്റി തീർക്കും. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഈ തത്വം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ തിരുവചനം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ തിരുവചനം പരിശോധിക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടിയിൽ ലഭിക്കുന്ന വെളിപ്പാടായി ഞാനിതിനെ സ്വീകരിക്കുമ്പോൾ ഒരു കഴിവുമില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു സാധ്യതയുമില്ലാത്ത, ഒരു പ്രതീക്ഷയുമില്ലാത്ത നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവനാണെന്നുള്ള തിരിച്ചറിവ് ലഭിക്കുകയും നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. സ്വയം വെളിപ്പാടില്ലാത്ത ശൗല് സ്വയം താൻ ഒന്നുമല്ലെന്ന് പറഞ്ഞ് കീഴടങ്ങി മാറിയിരുന്നപ്പോൾ ദൈവം അവനെ തെരഞ്ഞെടുത്ത് അവന്റെ കൈ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി അവനെ അധികമായി ഉപയോഗിച്ചു. പിന്നത്തേതിൽ ശൗല് തെറ്റിപ്പോയതൊക്കെ നമുക്കറിയാം. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ ആള് ദാവീദ്. നമുക്ക് വളരെ പരിചയമുള്ള ആളാണ്. ദാവീദിന്റെ പ്രത്യേകത, ദാവീദിന് ഒരുപക്ഷെ അറിയാമായിരിക്കും. കാരണം അറിയാവുന്നതുകൊണ്ടാണ് ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലൊക്കെ എന്താണ് അത് പ്രതിഫലിച്ച് നിൽക്കുന്നുണ്ട്. താൻ കഴിവ് കുറഞ്ഞവനാണെങ്കിലും, അപ്പനും അമ്മയും തന്നെ തള്ളിക്കളഞ്ഞതാണെങ്കിലും,
തൻ്റെ സഹോദരന്മാർക്ക് താൻ വലിയ വിലയുള്ളവനല്ലായിരുന്നെങ്കിലും ഇതൊക്കെ ദാവീദിന് വളരെ വ്യക്തമായി അറിയാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. വളരെ സിമ്പിളായി എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനം, ദാവീദ് പറയുന്ന സങ്കീർത്തനമാണ്. അപ്പൊ ദാവീദിന് തന്നെക്കുറിച്ച് ഉള്ളതിനേക്കാൾ കൂടുതൽ ദൈവത്തെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നു. ആ അറിവ് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പ്രതീക്ഷിച്ചിരുന്നു. ആദ്യത്തെ ആൾ എന്ത് ചെയ്തിട്ടില്ല? അപകർഷതാഭാവത്തിന്റെ ആളാണ്. രണ്ടാമത്തെ ആള് തനിക്ക് തന്നെക്കുറിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ദൈവത്തെക്കുറിച്ച് എന്താണ് വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ, സമൂഹം, കുടുംബം, മറ്റുള്ളവർ എന്ത് ചെയ്തു? ഈ മനുഷ്യനെ അംഗീകരിക്കുന്നില്ല. അതിന്റെ തെളിവാണല്ലോ, നമുക്കറിയാമല്ലോ, അതിന്റെ തെളിവാണല്ലോ കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പം ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ് ശമൂവേൽ വന്നതെന്ന് നമുക്കറിയാം, ശമൂവേലിനും അറിയാം. എന്നാൽ ദൈവത്തിനറിയാം, ശമൂവേലിന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൽ ഓരോരുത്തരായി വന്നു. പട്ടാളത്തിൽ ജോലിയുള്ള ചേട്ടൻ, അങ്ങനെ കഴിവുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? ഫ്രണ്ടിൽ ഓരോരുത്തരായി വന്ന് അവരുടെ തിരസ്കരണം വാങ്ങിക്കൊണ്ടുപോയി. അതാ സത്യം. ഇവരൊക്കെ പ്രതീക്ഷിച്ചു, അവരൊക്കെ തങ്ങളുടെ കഴിവിൽ ആശ്രയിച്ച ആളുകളായിരുന്നു. അവരൊക്കെ വന്ന് എന്ത് ചെയ്തു? അവരുടെ മേലുള്ള തിരസ്കരണം വാങ്ങി അവർ തിരിച്ചുപോയി. അവർ തിരസ്കരിക്കപ്പെട്ടു, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടില്ല. ദൈവത്തിന്റെ കാഴ്ചപ്പാട് കാട്ടിൽ കിടക്കുന്ന, സമൂഹം അംഗീകരിക്കാത്ത, കുടുംബം അംഗീകരിക്കാത്ത, അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞ, ആരും ഒരു പ്രതീക്ഷയും കൽപ്പിക്കാത്ത, ഇവൻ പൊങ്ങി വരത്തില്ലെന്ന് ചിന്തിക്കുന്ന, അങ്ങനെയാണല്ലോ ഒരുപാട് പേരെ കുറിച്ച് ഇന്നും അങ്ങനെ തന്നെയാണ്. എല്ലാവരും പറയും അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇനി അവനെ കുറിച്ച് പ്രതീക്ഷകളില്ല, അവൻ തീർന്നു. നാട്ടുകാർ വിധി എഴുതുന്നു, കുടുംബക്കാർ വിധി എഴുതുന്നു, വീട്ടുകാര്, എന്തിനാ അപ്പനും അമ്മയും പോലും വിധി എഴുതി മാറ്റിവെക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന് വേണ്ടി പാടുന്ന, കാട്ടിൽ കിടക്കുന്ന ദാവീദിന്റെ ഹൃദയത്തെ നോക്കി ദൈവം ഒരിക്കൽ തന്റെ പ്രവാചകനെ ആ വീട്ടിലേക്ക് അയക്കുകയാണ്. എല്ലാവരും റിജക്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവസാനമായി ശമൂവേൽ ചോദിക്കുന്നു, ഇനിയും നിനക്ക് മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു ഉത്തരമുണ്ട്. ഒരു മകൻ കൂടെ ഉണ്ട്, അവൻ കാട്ടിൽ ആടുകളുടെ കൂടെ കിടക്കുകയാണ്, വിളിച്ചോണ്ട് വാ അവനെ. അന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ആ ദിവസം അവഗണിക്കപ്പെട്ട ദാവീദിനെ വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞപ്പോൾ, അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ആ സമൂഹത്തിന്റെ മനോഭാവം എന്തായിരിക്കും? പിന്നത്തേതിൽ നമുക്കറിയാം, ദാവീദ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അതുല്യ പ്രതിഭയായ ഒരു രാജാവായി പരിശുദ്ധാത്മാവ് ദാവീദിനെ രൂപാന്തരപ്പെടുത്തി. എന്റെ സന്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വെളിപ്പാടിന്റെ വചനം അല്ലെങ്കിൽ വെളിപ്പാടിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന വെളിപ്പാട് നമ്മെക്കുറിച്ചായിരിക്കും. അതിന്റെ അർത്ഥം, നമ്മൾ നമ്മെ തന്നെ തിരസ്കരിച്ച്, നമ്മൾ നമ്മെ തന്നെ ഇടിച്ചു താഴ്ത്തി ജീവിക്കുകയാണെങ്കിൽ എൻ്റെ അകത്തൊരു വെളിപ്പാട് കത്തിക്കഴിയുമ്പോൾ ആ ലെവല് മാറും, ഞാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ മനുഷ്യന് സാധ്യതകളില്ല. അപ്പനും അമ്മയും കുടുംബക്കാരും എല്ലാം തള്ളിക്കളയും, നാട്ടുകാരെല്ലാം വിധി എഴുതിയതാ. അവിടെയും വെളിപ്പാട് കത്തിയ ദാവീദിന് വേണ്ടി ദൈവത്തിന്റെ അഭിഷേക തൈലം ചലിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി വെളിപ്പാടിന്റെ ആത്മാവിന്റെ മേൽ പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ, വെളിപ്പാടിന്റെ അകത്ത് കത്തിയിട്ടുണ്ടെങ്കിൽ, കാത്തിരിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എന്നെ തേടി ഒരു ദിവസം അഭിഷേകത്തിന്റെ തൈലപാത്രം വരും. ഞാൻ ഉള്ളിടത്ത് എന്നെ വിളിച്ചോണ്ട് പോയി, എന്നെ അവമാനിച്ച് അതേ സ്ഥലത്ത്, എന്നെ നിന്ദിച്ച അതേ സ്ഥലത്ത് നിർത്തിയിട്ട് മാന്യതയോടെ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തി ദാവീദ് കണ്ടിരുന്നു. നിശ്ചയമായും അത് സംഭവിക്കുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം, അതാണ് പ്രധാനം. അതാണല്ലോ നമ്മൾ ആദ്യം വായിച്ചത്. ഈ വെളിപ്പാടിന്റെ ആത്മാവ് നമ്മുടെ മേൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും, നാം ആരാന്ന് മനസ്സിലാകും, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കും, നമുക്ക് മനസ്സിലാകും. മൂന്നാമത്തെ കാര്യം, വിശുദ്ധന്മാരിൽ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും ഞാൻ തിരിച്ചറിയും. ഇന്ന് രാത്രി മൂന്നാമത്തെ കാര്യം, യേശുവിനെ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയും. ഇത് പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞിട്ട് പോകാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് പേര് ഈ അടുത്ത സമയത്ത്, ഈ ഏറ്റവും അടുത്ത സമയത്ത് ഒരാള് യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു കവിത എഴുതിയെന്നാണ് പറയുന്നത്. എന്തുമാകട്ടെ, ഐ ഡോണ്ട് കെയർ, എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല, എന്തെഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ആളുകൾക്ക് യേശു പലതുമാണ്. ഇപ്പൊ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഓരോരുത്തരും ഓരോന്ന് പറയാറുണ്ട്. ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയാറുണ്ട് യേശു ക്രിസ്തു തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. അതുപോലെ ചില മത നേതാക്കന്മാർ, മറ്റു മതങ്ങളിലുള്ള നേതാക്കന്മാരും പ്രിയപ്പെട്ടവനൊക്കെ പറയാറുണ്ട് അവരുടെ മതത്തിലെ തത്വശാസ്ത്രപരമായി യോഗ്യനായ പുരുഷനാണ് യേശു എന്ന് പറയാറുണ്ട്. എല്ലാവർക്കും യേശു അംഗീകരിക്കപ്പെട്ട ഒരു പുരുഷൻ, ഒരു വ്യക്തിത്വമാണ്. എല്ലാവരും യേശുവിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നു. ഇതേപോലെയുള്ള സാഹചര്യത്തിലാണ് യേശു കർത്താവ് തന്നെ
ശീമോൻ പത്രോസിനോട് ചോദിക്കുക. നമുക്ക് അറിയാവുന്ന സംഭവം ശീമോൻ പത്രോസിനോട് ചോദിക്കുക, എന്നെക്കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു? ശീമോൻ പത്രോസ് പറഞ്ഞു, ശീമോൻ പത്രോസ് അല്ല, ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ശിഷ്യന്മാർ പറയുന്നു, ചിലർ നിന്നെ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു, മറ്റു ചിലർ എന്ത് ചെയ്യുന്നു, ഇരമ്യാവ് മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റാന്ന് പറയുന്നുണ്ട്, വേറെ ചിലർ പറയുന്നു വരുവാനുള്ള ഏലിയാവാണ് നീ എന്ന് പറയുന്നു. ആമേൻ. മറ്റു പലരും പലതും പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെ എന്തു പറയുന്നു? ശീമോൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അടുത്ത മറുപടി ശ്രദ്ധിക്കണം. യേശു കർത്താവ് പറഞ്ഞ അടുത്ത മറുപടി ഇതാണ്. അവൻ വെളിപ്പാട് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അവൻ ആ മറുപടി ഇതാണ്, ജഡരക്തങ്ങളല്ല ശീമോനെ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്ന വെളിപ്പാടാണ് നീ പറഞ്ഞത്. നിന്റെ ഹൃദയദൃഷ്ടിക്കകത്തേക്ക് അവൻ എൻ്റെ പിതാവ് വെളിപ്പെടുത്തി തന്ന ആദ്യത്തെ വെളിപ്പാടെന്ന് പറയുന്നത്, ഈ നിൽക്കുന്നത് ഒരു 33 വയസ്സുകാരനായ യഹൂദ റബ്ബി അല്ല, ഈ നിൽക്കുന്നത് ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന അവൻ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവെന്ന ഞാനെന്ന വെളിപ്പാട് അവന്റെ ഹൃദയദൃഷ്ടിയിൽ പ്രകാശിപ്പിക്കുമ്പോൾ അവൻ വിളിച്ചു പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇന്ന് രാത്രി അവൻ ആ വെളിപ്പാട് ലഭിച്ചവന്റെ ലൈഫ് മാറ്റിമറിക്കപ്പെട്ടു. അവൻ ഇത് പറയുമ്പം അവൻ ഇതേപോലെ തന്നെ വെളിപ്പാടുകൾ ആരംഭിക്കുന്നത് യേശു ക്രിസ്തു ആരാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം. നമുക്കറിയാവുന്നൊരു സംഭവം, വേദപുസ്തകത്തിൽ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ സംഭവിച്ചൊരു സംഭവമുണ്ട്. ഒരു മനുഷ്യൻ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യാണ്, പട്ടണം അതൊക്കെ ഫിഷ അയച്ചുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു ഫിഷക്കാരൻ്റെ കാര്യം. വാസ്തവത്തിൽ അവൻ്റെ ഈ ബർത്തിമായുടെ ലൈഫിൽ സംഭവിച്ചത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈ ബർത്തിമായി എന്ന് പറഞ്ഞ കുരുടനായ മനുഷ്യൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ വരുന്നു. യേശു കർത്താവ് പോകുന്ന സന്ദർഭങ്ങളിൽ ഒരു പുരുഷാരം തന്നെ കർത്താവിൻ്റെ കൂടെ ഉണ്ടാവും. ഈ കൂടെയുള്ള പുരുഷാരം അവൻ തിക്കിത്തിരക്കുകയാണ്. ബർത്തിമായി കേട്ടൊരു കാര്യമുണ്ട്, നസ്രയനായ യേശു വരുന്നു. താൻ കേട്ടതെന്താ? നസ്രയനായ യേശു. താൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ടപ്പോൾ, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ. ചിന്തിക്കണം, ബർത്തിമായി കേട്ടത് നസ്രയനായ യേശു എന്നാ, പക്ഷെ വിളിച്ചു പറഞ്ഞത് കേട്ടതല്ല വിളിച്ചു പറഞ്ഞത്, അവൻ പുറമേ നിന്ന് അറിഞ്ഞതല്ല വിളിച്ചു പറഞ്ഞത്. തൻ്റെ പുറത്തെ കണ്ണുകൾ കാണത്തില്ലെങ്കിലും അകത്തെ ദൃഷ്ടിയിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു കൊടുത്ത ഒരു വെളിപ്പാടാണ് അവൻ വിളിച്ചു പറഞ്ഞത്. ഇസ്രയേലിന്റെ പ്രതീക്ഷയായ, നാളുകളായി നൂറ്റാണ്ടുകളായി ആ സമൂഹം കാത്തിരിക്കുന്ന, ദാവീദിന്റെ വംശത്തിൽ ജനിക്കുന്ന, ആധിപത്യം തോളിൽ വഹിക്കുന്ന, അവൻ ഇമ്മാനുവേൽ എന്ന പേരുള്ള അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തിന്റെ പൂർണ്ണതയായ യേശു ക്രിസ്തു, ദാവീദ് പുത്രൻ, മെശിഹ, അവൻ വരുന്നു. കേട്ടത് വിളിച്ചു പറഞ്ഞില്ല, അവൻ കിട്ടിയ വെളിപ്പാട് അവൻ വിളിച്ചു പറഞ്ഞു. വെളിപ്പാട് എന്താ? അവൻ എല്ലാവരും പറഞ്ഞു യേശു ക്രിസ്തുവിനെ നസ്രായന്. ഒരുപക്ഷെ ഇവർത്തിമായി ചോദിച്ചിട്ടുണ്ടാവും, ആരാണ് ഇത്ര തിരക്കിട്ട് വരുന്നതെന്ന്. കണ്ടവരൊക്കെ അല്ലെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, നസ്രായനായ യേശു വരുന്നു, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ വിളിച്ചു പറഞ്ഞത്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ചിന്തിക്കണം, ആ വെളിപ്പാട് വിളിച്ചു പറയുന്ന സമയത്ത് പുരുഷാരത്തിന്റെ ശബ്ദത്തിനപ്പുറത്ത് ആ ശബ്ദം കേട്ട കർത്താവ് അവന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ കണ്ണുകളെ സൗഖ്യമാക്കി, അവന്റെ പുറമേ ഉള്ള കണ്ണുകൾക്ക് കാഴ്ച കൊടുത്ത് അവന്റെ രട്ടഴിച്ച് വിലാപത്തെ നൃത്തമാക്കി അവനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന്റെ കാരണം അകത്ത് കത്തിയ ഒരു വെളിപ്പാടാണ്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഞാൻ വിളിച്ചു പറയാം. വെളിപ്പാടുകൾ ഉള്ളടക്കം ചെയ്ത 66 പുസ്തകങ്ങൾ അടങ്ങുന്ന തിരുവചനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഏറ്റവും അതിപ്രധാനമായ ഈ പുസ്തകത്തിന്റെ ഏക ലക്ഷ്യമായ യേശു ക്രിസ്തു എന്ന പിതാവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കിത്തന്ന അസാധാരണമായ ഒരു വെളിപ്പാടുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയാണ് യേശു. ഈ വെളിപ്പാട് കത്തിയിട്ടുണ്ടെങ്കിൽ, ഈ വെളിപ്പാടിന് വേണ്ടി ചലിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ അപകർഷതാബോധം നീക്കിവെച്ച്, നിന്നെ കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും വിധിയെഴുത്തുകൾ മാറ്റിവെച്ച് നീ തന്നെ ഈ വെളിപ്പാടിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും കാണാത്ത രീതിയിൽ, ഒരു മനുഷ്യനെയും ഉപയോഗിക്കാത്ത രീതിയിൽ ദൈവത്തിന് നിന്നെ മാറ്റിമറിക്കാൻ കഴിയും. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്നു രാത്രി
ആമേൻ. എഫേസ്യ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ കണ്ണുകളിലേക്ക്, ഹൃദയദൃഷ്ടിയിലേക്ക് ഇട്ടുതരുന്നൊരു വെളിപ്പാടുണ്ട്. ഞാനും നീ ദരിദ്രനല്ല. ഈ ലോകത്തിലേക്ക് നോക്കി, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി ഞാനും നീയും അപകർഷതാബോധത്തിന്റെ അടിയിലേക്ക് പോകരുത്. നാട്ടുകാരെ നോക്കി നമ്മുടെ ദർശനങ്ങളെ നമ്മൾ മാറ്റിവെക്കരുത്. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, അവൻ ഈ വെളിപ്പാടിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുക. അവന്റെ വിളിയാലുള്ള ആശ, ദൈവത്തിന്റെ വിളിയാലുള്ള ആശ എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാ ഹൃദയങ്ങളും ഈ രാത്രി തുറന്നാട്ടെ. ഈ രാത്രി വലിയൊരു ദൈവിക വിടുതൽ നമ്മുടെ ലൈഫിൽ വെളിപ്പെട്ട് വരട്ടെ. ഒരു പ്രാർത്ഥനയിലല്ല നമ്മുടെ വിടുതലിരിക്കുന്നത്, ചില തിരിച്ചറിവുകളിലാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചില്ലെങ്കിലും കൈവച്ചില്ലെങ്കിലും വെളിപ്പാട് ഹൃദയദൃഷ്ടി കത്തിക്കഴിഞ്ഞാൽ ബർത്തിമായുടെ ശബ്ദം കേട്ടിട്ട് പുരുഷാരത്തിന് നടുവിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിനെ പോലെ സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ഈ രാത്രി തയ്യാറാവും. ഒന്ന് വിളിച്ചേ, ദാവീദ് പുത്ര യേശുവേ. ലോകത്തിന് യേശു പലതുമാണ്. ലോകത്തിന് യേശു ഉയർന്ന തത്വദീക്ഷയുള്ളയാളാണ്. ലോകത്തിന് യേശു വലിയ ഗുരുവാണ്. ലോകത്തിന് യേശു വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ലോകത്തിന് യേശു പലതുമാണ്. പക്ഷേ എനിക്ക് യേശു എൻ്റെ രക്ഷിതാവാണ്. എനിക്ക് യേശു മശിഹയാണ്. എനിക്ക് യേശു ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി ഇറങ്ങി വന്ന സമ്പൂർണ്ണ ദൈവിക വെളിപ്പാടാണ്. എനിക്ക് ഏറ്റവും വലുത് യേശുക്രിസ്തു മാത്രമാണ്. എത്ര പേർക്ക് തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ പറയാൻ കഴിയും? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കാൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരൊറ്റ വെളിപ്പാട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മാറാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ലൈഫിനകത്തേക്ക് ഈ വെളിപ്പാട് ഇന്ന് രാത്രി കത്തി ഇറങ്ങട്ടെ. ശൗലിനെ പോലെ രാജകീയ അഭിഷേകം ലഭിച്ചിട്ടും അപകർഷതാബോധത്തിൽ അടച്ചിടപ്പെട്ട ചിലർ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. ദാവീദിനെ പോലെ കുടുംബക്കാരും നാട്ടുകാരും തള്ളിക്കളഞ്ഞിട്ട് അവൻ തകർന്നുപോയി എന്ന് വിധി എഴുതി മാറിയിരിക്കുന്ന ചിലർ ഇന്ന് രാത്രി അവൻ ജയാളികളായി പുറത്തു വരട്ടെ. ബർത്തിമായിയെ പോലെ വെളിപ്പാടുണ്ടായിട്ടും പുരുഷാരത്തിന്റെ തിക്കിന്റെയും തിരക്കിന്റെയും നടുവിൽ വിടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വെളിപ്പാടുള്ള നിനക്ക് വേണ്ടി താമസിക്കാതെ വിടുതൽ കടന്നു വരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ലഭിക്കുന്ന സകല ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളും വെളിപ്പാടുകളുടെ നന്മകളും ഇന്ന് രാത്രി നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവവചനത്തിന്റെ ജീവൻ അവൻ നമ്മളെ മേൽ ഇറങ്ങി വരട്ടെ. നമ്മളെ തിരുവചനം കേൾക്കുന്നവരുടെ മേൽ ഇറങ്ങി വരട്ടെ. ഓ ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇന്ന് രാത്രി വലിയൊരു ദൈവസാന്നിധ്യം നമ്മുടെ മേൽ ചലിക്കട്ടെ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. ആമേൻ. എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? ആമേ. നമ്മുടെ ലോകത്തിലെ ഭൗതിക കാര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമാണോ? അതൊന്നും നടക്കത്തില്ലെന്നല്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നിത്യതയ്ക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തത് എന്തിനാ എന്നെ മുൻ നിയമിച്ചത്? അനാദി നിത്യതയുടെ ആരംഭത്തിൽ ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ എന്നെ എന്തിനാ തിരഞ്ഞെടുത്തത്? അവൻ വെളിപ്പാടുകളുടെ ആരംഭം യേശുക്രിസ്തുവാ. യേശുക്രിസ്തുവിനെ കുറിച്ച് ലഭിച്ച ആ തിരിച്ചറിവുണ്ടല്ലോ. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ, ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച ആ സമയമുണ്ടല്ലോ, അത് ഞാൻ വെളിപ്പാടുകളുടെ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ വാതിൽ തുറന്നതാ. ഓ ജീസസ്. ഇന്ന് രാത്രി നമ്മുടെ മേൽ ആ വെളിപ്പാടുകളുടെ കലവറകൾ തുറക്കപ്പെടട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരുടെയൊക്കെയോ മേൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പകരണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി അങ്ങയുടെ ആമേൻ വെളിപ്പാടിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, കൃപാവരങ്ങളുടെ പകർച്ച, അപകർഷതാബോധത്തിൽ നിന്നുള്ള വിടുതൽ. ഓ മറ്റുള്ളവർ വിധി എഴുതി വെച്ച ഇന്ന് രാത്രി അങ്ങനെയുള്ള സകല വിധിയെഴുത്തുകളും പൊട്ടി മാറട്ടെ. ചിലരുടെ ലൈഫിൽ നിന്ന് വലിയ ദൈവിക വിടുതലുകൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ലൈഫിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി വലിയൊരു ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. ആമേൻ. ലോകത്തിൽ ഇന്ന് വരെ ആമേൻ ഏറ്റവും വലിയ വെളിപ്പാടായി സ്വർഗത്തിലെ അപ്പൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വെളിപ്പാട്, ആമേൻ, യേശുവേ, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഓ ജീസസ്. ഇന്ന് രാത്രി വലിയൊരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ.
അവനെ കേൾക്കുന്നവരുടെ പ്രിയപ്പെട്ടവരുടെ മേൽ വലിയ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. വിടുതലുകളായത് മാറട്ടെ, വലിയ അനുഗ്രഹങ്ങളായത് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി വലിയൊരു വെളിപ്പാടിന്റെ പകർച്ച. അവൻ ഇന്നലകളിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളല്ല, ഇന്നലകളിൽ ദൈവവചനത്തിൽ നിന്ന് അനുഭവിച്ച അനുഭവമല്ല, ഇന്നലകളിൽ സ്വീകരിച്ച ജീവനല്ല, അവൻ സമൃദ്ധിയായ ജീവൻ യേശു ക്രിസ്തു നൽകിത്തരാമെന്ന് വാക്കു പറഞ്ഞ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാ. അബണ്ടൻസ് ഓഫ് ലൈഫ്. യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി ഇന്ന് രാത്രി ആ ദൈവിക ജീവൻ വെളിപ്പെട്ട് വരട്ടെ. ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. തിരുക്കരത്താൽ വാഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. തിരുക്കരത്താൽ വാഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. തിരുക്കരത്താൽ വാഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. എഫെസ്യ ലേഖനം പറയുന്നത് പോലെ ഈ ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്ന് തിരിച്ചറിയാൻ എന്തിനാ യേശു നമ്മെ വിളിച്ചത്? ഇന്ന് രാത്രി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ അങ്ങ് ഞങ്ങളെ എന്തിനാ വിളിച്ചത്? അങ്ങ് ഞങ്ങളെ എന്തിനാ തെരഞ്ഞെടുത്തത്? അങ്ങ് ഞങ്ങളുടെ മേൽ എന്തിനാ അഭിഷേകം നൽകിയത്? അങ്ങ് ഞങ്ങളെ എങ്ങോട്ടേക്കാണ് നടത്തുന്നത്? കർത്താവ്, ഇന്ന് രാത്രി ദരിദ്രന്മാരായ പിശക്കാരന്മാരായ ഞങ്ങളുടെ കൈകളിലേക്ക് സ്വർഗം വെച്ച് തന്ന ബാങ്കിന്റെ പാസ്ബുക്കാണല്ലോ എഫേസ്യ ലേഖനം. അത് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ആ മഹിമാധനം അത് വലുതാ. ലോകത്തൊരു മൾട്ടി മില്യണയറിനും ഇല്ലാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ ധനത്തിന്റെ അവകാശമാണ് എൻ്റെ പേരിൽ എഴുതി തന്നേക്കുന്നെന്ന് അവൻ എഫേസ്യ ലേഖനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ആ വെളിപ്പാട് ഞങ്ങളുടെ അകത്ത് കത്തട്ടെ. ഞങ്ങളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ മാറിപ്പോകട്ടെ. ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാഴ്ചപ്പാടുകൾ ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കാനിട വരട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ, ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലൂടെ ഈ തിരുവചന ശുശ്രൂഷ അനുഭവിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അഭിഷിക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരുടെയും മേലും ആ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിന്റെ സമൃദ്ധി ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങൾ എല്ലാവരിലും വെളിപ്പെട്ട് വരട്ടെ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയതിനായി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.